ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്നൊരു ലോങ് വീഡിയോ എടുക്കുവാണ്. ഇത് എത്ര പേര് കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഇറ്റ്സ് ഫോർ മൈ മെമ്മറി. എൻ്റെ പിന്നെ കുറേ വർഷങ്ങൾ കഴിയുമ്പം എനിക്ക് തന്നെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഒരുങ്ങി സെറ്റപ്പായിട്ടൊക്കെ നിൽക്കുന്ന ലിപ്സ്റ്റിക് ബ്ലഷ് ഒക്കെ ഇട്ട് നിൽക്കുന്നത് എൻ്റെ ലൈഫിലൊരു സ്പെഷ്യൽ പേഴ്സണെ വെയിറ്റ് ചെയ്തിട്ടാണ്. അപ്പം ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പം അജുക്ക അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് എന്നെ ഡിസ്റ്റർബ് ചെയ്യും. I will show him, okay? എന്നെ ഇതിലേക്കൂടെ കളിയാക്കിക്കൊണ്ട് നടക്കും. നിങ്ങൾക്കും ഉണ്ടോ ഇങ്ങനത്തെ ഹസ്ബൻഡ്? അതായത് നമ്മുടെ ലൈഫിൽ ഹാപ്പിനെസ് വന്നാലും വിഷമം വന്നാലും നമ്മൾ എന്തൊരു മൈന്യൂട്ട് കാര്യമാണ് നമ്മൾ ഷെയർ ചെയ്യുന്ന ഒരു ഫ്രണ്ട് നമ്മുടെ ലൈഫിൽ ഉണ്ടാവും. അതൊരു ഡിഗ്രി കാലഘട്ടം, ഒരു ഡിഗ്രി സെക്കൻഡ് ഇയർ ഒക്കെ തൊട്ട് ഞാൻ ഒരാളോടാണ് ഷെയർ ചെയ്യുന്നത്. ആൻഡ് ഷീ ഈസ് അവൈലബിൾ 24 hours. പക്ഷെ അവൾക്ക് തിരക്കില്ലാഞ്ഞിട്ടല്ല, പക്ഷേ എൻ്റെ സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും എല്ലാം കേൾക്കാൻ വേണ്ടി നമ്മുടെ ലൈഫിൽ അങ്ങനെ ഒരാൾ നമുക്ക് അല്ലാതെ തരും. ഗോഡ് വിൽ ഗിഫ്റ്റ് അസ്. അതാണ് ഈ പറഞ്ഞ ആൾ. ഓക്കെ, അപ്പോൾ ഇപ്പോഴും ഞാനിപ്പം ഫസ്റ്റ് എജുക്കേഡായിരിക്കും ഇതൊക്കെ പറയണം, പക്ഷേ ആ ഒരു സെയിം കാര്യം തന്നെ ഞാൻ ഈ വ്യക്തിയോട് പറയും. അപ്പോൾ അജുക്ക പറയും, നീ എന്നോട് പറഞ്ഞതിൻ്റെ സെയിം അല്ലേ അവളുടെ അടുത്ത് പറയുന്നത്. പക്ഷേ എനിക്ക് അവളുടെ അടുത്ത് പറയുമ്പോഴാണ് ഐ ഫീൽ സോ കംപ്ലീറ്റ്. ഇപ്പോൾ വിഷമം ഞാൻ അവളുടെ അടുത്ത് പറയുവാണെങ്കിൽ പറഞ്ഞു, വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, കഴിഞ്ഞു. ഓക്കെ, കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പിന്നെ അതിനെപ്പറ്റി ചിന്തിക്കുക, അവളുടെ റിപ്ലൈ പോലെ കേൾക്കാൻ നിൽക്കത്തില്ല. പക്ഷേ ഞാൻ എൻ്റെ ഭാരമൊക്കെ ഇറക്കി വെച്ചു. അങ്ങനെ ഒരാളാണ്. അപ്പോൾ ഇന്ന് നമുക്ക് അവളെ കാണാൻ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം അവൾ എന്നെ കാണാൻ വേണ്ടി അങ്ങ് കോട്ടയമല്ല, അങ്ങ് അതിരമ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, നമുക്ക് അവളെ കാണാം. ഓക്കെ, ഞാനപ്പം പറഞ്ഞ ആ സുഹൃത്തും വഴികാട്ടിനെ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എന്നെ അറിയാവുന്ന എല്ലാവർക്കും ഇവളെ അറിയാം. അപ്പം നിങ്ങൾക്കും ഇതുപോലത്തെ സുഹൃത്ത് ലൈഫിൽ വേണം അല്ലേ റോസു? വേണം. രണ്ട് വാക്ക് പറ. ഇനി എന്നെ പറ്റി രണ്ട് വാക്കുകളോട് ചോദിക്കാം. സുന്ദരിയും സുമുഖിയും അതിലുപരി സുശീലയുമാണ്. ഈ മറ്റേ കാവാല കൂട്ടുവരി വരുമ്പോ എന്ത് കുഞ്ഞ്. നമ്മൾ വരുന്ന വഴിക്ക് ഒരു സ്ഥലത്ത് നിർത്തി. നമ്മൾ പണ്ട് എത്ര വർഷം? ഒരു വർഷം 5 വർഷം മുന്നേ. യെസ്, നമ്മൾ ഡിഗ്രിക്ക് പഠിച്ചോണ്ടിരുന്ന സമയത്താണ് നമ്മൾ പോകുന്നത്. 5 വർഷം മുന്നേ. അപ്പൊ ഞങ്ങള് വഴി തെറ്റി ഈ ഒരു വഴി ഞങ്ങളൊരു ചെറിയ വഴി കണ്ടപ്പോ ഓക്കെ നമുക്കിത് പോയി നോക്കാം. അവിടെ ഒരു കുളം കണ്ടു, ഞങ്ങൾ അങ്ങനെ പോയി. ഞങ്ങളത് അവിടെ പോയി ഫോട്ടോ ഒക്കെ എടുത്തു. ഞാൻ അവിടെ ഇരുന്ന് എടുത്തു, റോസ് റോഡിൽ നിന്നൊക്കെ എടുത്തു. പക്ഷെ അത് പ്രൈവറ്റ് റോഡ് എന്ന് പറഞ്ഞാക്കി വെച്ചു, അടച്ചിട്ടേക്കുവാണ് ഗൈസ്. പക്ഷെ ഭയങ്കര നൈസാണ് അവിടെ. അവിടുന്ന് അതായത് ഞങ്ങൾ നിന്ന സ്ഥലത്തിന്റെ മുന്നോട്ട് പോകാൻ പറ്റില്ല, ആ കുളത്തിന്റെ അവിടെ വരെ നമുക്ക് നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ലൈക്ക് നമുക്ക് അവിടെ ഇരുന്ന് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞിരിക്കാൻ പറ്റിയ അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പക്ഷേ ഈ റോഡ് അതായത് കുട്ടിക്കാനത്ത് ഇങ്ങോട്ട് കയറി അതെ ഏലപ്പാറ റൂട്ടിലാണ്. പക്ഷെ അതിപ്പോ അടച്ചിട്ടേക്കുവാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അടച്ചിട്ടേക്കുവാണ്. ഏലപ്പാറ പമ്പില് കുട്ടിക്കാനത്ത് പമ്പുണ്ടെന്ന് ഓർത്താണ്, പക്ഷേ കുട്ടിക്കാനത്ത് പമ്പ് ക്ലോസ്ഡാ. അതുകൊണ്ട് ഏലപ്പാറ ടൗണിൽ വന്നിട്ട് നമ്മൾ പെട്രോൾ അടിക്കാൻ പോവാണ്. ഓക്കെ, നമ്മളങ്ങനെ വണ്ടിക്ക് പെട്രോൾ ഒക്കെ അടിച്ചിട്ട് ഏലപ്പാറ റൂട്ടിൽ കയറി. ഏലപ്പാറ റൂട്ടിൽ കയറിയപ്പോൾ തന്നെ കോട തുടങ്ങി. നോക്കി, ഇവിടെയൊക്കെ എന്തൊക്കെയോ പുതിയ സംഭവങ്ങൾ വരുന്നുണ്ട്. സിപ്പ് ലൈൻ ഒക്കെയാണെന്ന് തോന്നുന്നു. നമ്മൾ കഴിഞ്ഞ വർഷം ഈ സമയത്ത് പുള്ളിക്കാരൻ പോയപ്പോൾ വന്ന സെയിം ചായക്കടയിൽ നമ്മൾ ഈ പ്രാവശ്യം നിർത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം ആ ചേട്ടൻ തന്നെയാണോ എന്നല്ലേ റോസു? വേണം മുട്ട ബജി മുളക് ബജി അന്ന് മേടിച്ചിട്ട് നല്ലായിരുന്നു. ചേട്ടന്റെ പേരെന്താ? തോമസ്. എവിടെയാ വീട്? ഓ, ഞങ്ങൾ അവിടെ കണ്ട ജംഗ്ഷൻ. അവിടെ അല്ലേ? എത്ര വർഷമായിട്ട് ഇവിടെ? 6 വർഷം അല്ലേ? ബൂസ്റ്റ് ഇവിടെ കൊണ്ടുപോകണം. ബൂസ്റ്റ് ഇവിടെ വെച്ച് കുടിക്കാം അല്ലേ? കുടിച്ചിട്ട് പോവാം. അവിടെ പോയിട്ട് കഴിക്കാണ്.
മഴ, കൊട, തോമസ് ചേട്ടന്റെ ചായ. എന്തായാലും ഈ റൂട്ട് വഴി വരികയാണെങ്കിൽ ഇവിടെ ചായ കുടിക്കാൻ കാരണം ബിക്കോസ് ഇവിടുത്തെ ബൂസ്റ്റും ബജിയും അടിപൊളിയാണ്, നൈസാണ്. മറ്റേ ബൊണാമി ജംഗ്ഷൻ എന്ന് പറഞ്ഞ ജംഗ്ഷൻ കഴിഞ്ഞ് ഇങ്ങോട്ട് മുന്നോട്ട് വരുന്ന പുള്ളിക്കാനം പോകുന്ന റൂട്ടിലാണ് ഈ കടയുള്ളത്. നമ്മളപ്പോ ആ ചായക്കടയിൽ നിന്ന് സൈഡിൽ കാണുന്ന ഒരു വെള്ളച്ചാട്ടത്തിന്റെ ഏരിയയിലേക്ക് പോവാ. പക്ഷെ ഇവിടെ മൊത്തം ചെളിയാണ് സുഹൃത്തുക്കളെ. റോസ് ഫ്രണ്ടില് വഴി കാണിച്ച് പോണുണ്ട്. പണ്ടേ അതിന്റെ പുറകിൽ പോയി ശീലിച്ചുകൊണ്ട് നമ്മൾ അതിന്റെ പുറകെ പോവാണ്. ഓക്കെ, അവൾ എന്തോ കാണിച്ചു തരുന്നുണ്ട് അവിടെ. ഡോറ, എന്താണത്? വെള്ളച്ചാട്ടം, വെള്ളച്ചാട്ടം. പക്ഷെ നമ്മൾ പാലം, ചെളി ഇതൊക്കെ കടന്ന് വേണം എത്താൻ. നമ്മൾ നിർഭാഗ്യവശാൽ ചെരുപ്പിട്ടോണ്ടാണ് വന്നേക്കുന്നത്. അട്ട കടിക്കോ ഇല്ലയോ നമുക്കറിയില്ല. അപ്പൊ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നപ്പോ നമ്മുടെ പാന്റ് എന്ന് പറഞ്ഞാൽ മൊത്തം ചെളി ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, ഈ സൈഡിലേക്ക് ഇങ്ങോട്ട് പോ. അപ്പൊ ഈ പാന്റ് നമ്മൾ മടക്കി വെക്കാൻ പോവാണ്. ഓക്കെ, അതിന് ഞാൻ റോസുവിനെ ക്ഷണിക്കുന്നു. ചുമ്മാ അപ്പൊ ഇതിന്റെ മൈക്കൊന്ന് പിടിക്കും നനയാതെ. നമ്മളപ്പോ അവിടെ ഇന്ന് മഴയില്ലാതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാമായിരുന്നു. പക്ഷെ നമ്മൾ എസ്തറ്റിക് വൈബ് ആസ്വദിക്കാൻ ഈ മഴയത്ത് ഇവിടെ നിന്നാണ് നമ്മൾ കഴിക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മളപ്പോ പഴംപൊരിയാണ് ഫസ്റ്റ് കഴിക്കാൻ പോകുന്നത്. ഈ ചോട്ടന്റെ ഇവിടുത്തെ ഉണ്ടല്ലോ, ഈ ഡിപ്പ് അടിപൊളി. മുളക് നമ്മൾ 2 മുട്ട വെച്ച് അകത്താക്കിയിട്ടാ വരുന്നത്. നിങ്ങൾ പറയും ഞാൻ ഭയങ്കര ചൈൽഡിഷ് ആണ്. ഇവള് കാരണമാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. ഇവിടെ എന്നെ ഇങ്ങനെ കൊണ്ടു നടന്നു. എനിക്കൊരു ചേച്ചി ഇല്ലാത്തൊരു വിഷമവും ഞാൻ അങ്ങനെ തീർത്തു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചൈൽഡിഷ് ആയിപ്പോയത്. കണ്ടില്ലേ, അല്ലാതെ മനഃപൂർവ്വം അല്ല, ആഗ്രഹിച്ചിട്ടല്ല. ഞാൻ എന്റെ ലൈഫിൽ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത് ഞങ്ങൾ രണ്ടുപേരും കമ്പനി ആയതിനു ശേഷം. സ്കൂട്ടർ എടുക്കുക, 2 വട്ടം സ്കൂട്ടർ എടുക്കുക, പോവാ. ഒരു പ്രാവശ്യം കോളേജിലൊക്കെ പോയ സമയത്ത് ഇത് നമ്മളതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നിട്ട് ഞങ്ങളുടെ കോളേജ് വെച്ചിട്ട് ഞങ്ങളെ ടീച്ചർ പറഞ്ഞു, ഞങ്ങള് വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ നിങ്ങൾക്ക് എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിക്കൂടാന്ന്. പക്ഷെ അന്ന് ഞങ്ങൾ ലോക്ക്ഡ് ആയിരുന്നു ഗൈസ്. അന്ന് ഞങ്ങൾ വീഡിയോ എടുത്തിട്ടിരുന്നെങ്കിൽ മേ ബി ഇന്ന് ഞങ്ങൾ ഇങ്ങനെ ഞങ്ങള് ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് ആ മൊമെന്റ്സ് ഒന്നും അങ്ങനെ കിട്ടത്തില്ലായിരുന്നു. വീട്ടിൽ ഇരുന്നേനെ, പൂട്ടി വീട്ടിൽ ഇരുന്നേനെ. പിന്നെ അതുപോലെ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള കുറെ സ്ഥലങ്ങൾ ഞങ്ങൾ മുന്നേ പറഞ്ഞ പോലെ ഇപ്പൊ ഫേമസ് ആയ കുറെ സ്ഥലങ്ങൾ ഞങ്ങൾ അന്നേ ഇപ്പൊ ഞങ്ങൾ ഇവരുടെ ഈ പുള്ളിക്കാനാണ് തന്നെ അന്നൊന്നും അത്രയും ഫേമസ് സെറ്റപ്പ് ഒന്നും അല്ല. പക്ഷെ ഇപ്പൊ ഭയങ്കര ഇതായി. ഞങ്ങൾ പറയുന്നത് ഞങ്ങളുടെ ഐശ്വര്യം കൊണ്ടാന്നാ. ഞങ്ങൾ പോകുന്ന എല്ലാ സ്ഥലവും പച്ചപ്പിടിക്കുവാണ്. ഇനി ഈ ചേട്ടന്റെ കടയും കൂടെ ഞങ്ങൾ ഫേമസ് ആക്കും. അതെ, തോമസ് ചേട്ടൻ അടിപൊളിയാണ്. നല്ല ഇപ്പൊ ചേട്ടന് നമ്മള് കോളിഫ്ലവർ ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പറഞ്ഞു വേഗം വരണം മക്കളെ, അല്ലെങ്കിൽ സമയം അല്ലെങ്കിൽ എന്നാ പോകുന്നു പറഞ്ഞു. തണുത്ത കൊള്ളത്തില്ല. ഓക്കെ, പിന്നെ എനിക്ക് പറയാനുള്ളത് when life is cooked up, മാഞ്ഞു പോകുന്നു പ്ലീസ്, മഴയാണ്. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഒരു സുഹൃത്തുമായി യാത്ര ചെയ്യുക. അതിപ്പം കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടില് അങ്ങനെ ഇരുന്ന് ഒതുങ്ങി. നമുക്ക് നല്ല ഹസ്ബൻഡ് ഉണ്ടെങ്കിൽ വി ഹാവ് ദ ഫ്രീഡം. ഒന്നുമില്ല, ഫ്രീഡം നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യും. ഒരു കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇപ്പൊ ആൾക്കാർ കാണുന്നവർ കമന്റ് ചെയ്യും നിന്റെ ശല്യം സഹിക്കേണ്ടെന്ന്. പക്ഷെ അങ്ങനെയല്ല, എന്റെ സന്തോഷമാണ് എന്റെ അജുക്കായി നോക്കുന്നത്. എന്ത് ചെയ്യാനാണ് പറ. We are like one family, you know. നമ്മുടെ വെള്ളത്തിന്റെ സൗണ്ട് കിട്ടാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് അവളെ കുത്തിയിരിക്കുന്ന
എന്റെ റോസിന്. സോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്ന വഴി നമ്മൾക്ക് ഡ്രൈവറിനോട് ചോദിക്കാം. ഡ്രൈവറെ ഇങ്ങോട്ട് വാ. ഓക്കെ, നമുക്ക് ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൊക്കേഷനിലേക്ക് വരാനുള്ള റൂട്ട് മാപ്പ് നമുക്ക് ചോദിക്കാം. ലൈക്ക് ഞങ്ങൾ വന്നത് കുട്ടിക്കാനം ഏലപ്പാറ വഴിയാണ്. അപ്പോൾ കുട്ടിക്കാനത്ത് നിന്ന് ഏലപ്പാറ പുള്ളിക്കാനം റൂട്ട് മാപ്പിൽ ഇടുക. റൂട്ട് മാപ്പിൽ ഇട്ടാലും എല്ലാവരോടൊക്കെ ചോദിക്കണം. അല്ലെങ്കിൽ ഞങ്ങൾ ഫസ്റ്റ് വന്നപ്പോൾ വഴി തെറ്റി. ഇപ്പം ഞങ്ങൾ വഴി തെറ്റിയില്ല. അവിടുന്ന് ബൊണാമി ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു ജംഗ്ഷൻ, 3 കൂടിയ ഒരു കവലയാണ്. അവിടെ ഒരു പള്ളിയുണ്ട്. അവിടുന്ന് സ്ട്രെയിറ്റ് വരിക. അവിടെ ഒരു പഴയ പാലം, ആ പാലത്തിന്റെ തൊട്ടിപ്പുറത്ത് നമ്മുടെ തോമസ് ചേട്ടന്റെ കടയുണ്ട് ദദ്ദു. ഇവിടെ വന്നിട്ട് ഇവിടെ നിന്നും കുറച്ചുകൂടെ ദൂരമുണ്ട് പുള്ളിക്കാനത്തേക്ക്. പക്ഷെ നമ്മൾ ഇതുവരെ അവിടെ എത്തിയിട്ടില്ല. ഇവിടെ തന്നെ ഭയങ്കര നല്ല ക്ലൈമറ്റാ. വന്നപ്പോ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങിയപ്പോ ഒരു അത്യാവശ്യം ചെറിയ വെയിലൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ ഇവിടുന്ന് ആ കുട്ടിക്കാല റൂട്ട് കയറിയപ്പോ ഭയങ്കര തണുക്കുമായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞ് ഈ ചായക്കടയിൽ വന്നപ്പോ ആണെങ്കിൽ ഒരു മഴ അങ്ങ് തുടങ്ങി. വലിയ മഴ. ഞങ്ങളോട് പെട്ടെന്ന് പെട്ടു എന്ന്. അപ്പോൾ അത് കഴിഞ്ഞപ്പം ഈ മഴ കുറഞ്ഞ് ചാറ്റ മഴയായി. അപ്പൊ ഞങ്ങൾ കുറച്ച് ഇതിലേക്കൂടെ ഈ വെള്ളത്തിനിടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ലൊക്കേഷൻ. അതായത് തോമസ് ചേട്ടന്റെ കടയിൽ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട്. ആ വഴിയിലിവിടെ പിന്നെ ഇവിടെ ഫുള്ള് ഇപ്പൊ പ്ലാസ്റ്റിക് ഒക്കെ പലരും കൊണ്ടിട്ടുണ്ട്. പക്ഷെ ഇനി വരുന്നവര് പ്ലാസ്റ്റിക് ഒന്നും കൊണ്ടിടാതിരിക്കാൻ ശ്രദ്ധിക്കുക. സൈഡിൽ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ഒരിക്കലും ചെയ്യല്. നമ്മുടെ സുജിത് ഭക്തൻ പറഞ്ഞ പോലെ നമ്മൾ കാണാൻ ആസ്വദിക്കാൻ വേണ്ടി പോകുന്ന ഒരു സ്ഥലത്ത് ഒരിക്കലും കൊണ്ട് അത് ചെയ്യല്. ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് നമുക്ക് വീട്ടിലോട്ടാണ് നമുക്ക് ഡിസ്പോസ് ചെയ്യാമല്ലോ. അല്ലെങ്കിൽ അവിടെ ഉണ്ട് വേസ്റ്റ് ബക്കറ്റ്, അവിടെ ഇട്ടാലും മതി. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. അപ്പൊ നമ്മള് പുള്ളിക്കാനത്തിലേക്ക് പോവാണ്. ഓക്കെ, ഞങ്ങൾ പറഞ്ഞു ഇവിടെ കുറേ പേര് വേസ്റ്റ് ഒക്കെ കൊണ്ടിട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്യല്ലോ ദയവ് ഇത്. കാരണം നമ്മൾ സ്ഥലത്തിൻ്റെ ഭംഗി കാണാൻ വരുമ്പോൾ അത് ആസ്വദിച്ചിട്ട് അത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം നമ്മൾ അങ്ങനെ ആസ്വദിച്ച് പോവാം. ഇങ്ങനെ വേസ്റ്റ് കൊണ്ട് ഡംപ് ചെയ്തിട്ട് പോവല്ലോ. ഓക്കെ, ഇതിന് തൊട്ടിപ്പുറത്ത് തന്നെ വെള്ളച്ചാട്ടമുണ്ട്. പക്ഷേ ഇത് ഇച്ചിരി വഴുവഴുക്കലുള്ളതായതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇറങ്ങുന്നില്ല. ഓക്കെ, മഞ്ഞ് ഒന്നും കാണത്തില്ല സുഹൃത്തുക്കളെ. തേയില നുള്ളാൻ പോയിട്ട് വരുന്ന ഭയങ്കര മഞ്ഞാണ്, രക്ഷയില്ല. സമയം ഈസ് 1:45. ടൈം ഈസ് 1:45. പക്ഷെ നോക്ക, നിർത്താൻ പറ്റില്ല. ഈ മഴ നല്ല മഴയാണ്. മുഖത്തേക്ക് വന്നിട്ട് കർണക്കുറ്റിട്ട് അടിക്കുന്ന അതേന്ന് തോന്നുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി വാഗമണ്ണെത്തി. വാഗമണ്ണിൽ ഇപ്പോ ഭയങ്കര നല്ല ക്ലൈമറ്റാണ്. പക്ഷെ നല്ല മഴയാണ്. നിങ്ങൾക്ക് റിസോർട്ടിലൊക്കെ വന്ന് സ്റ്റേ ചെയ്യാൻ പറ്റിയ ക്ലൈമറ്റ് ആണ്. ഭയങ്കര കോടയാണ്. കോലാഹലമീട് പോകുമ്പോൾ ഞങ്ങൾ ഈ സൈഡിൽ ചേർത്ത് ചായക്കടയിൽ ചായ കുടിച്ചിട്ടൊക്കെ പൊക്കോണ്ടിരുന്ന പണ്ട്. നമ്മളങ്ങനെ പുള്ളിക്കാനം എത്തിയിട്ട് റോസ് പറഞ്ഞൊരു റീൽ എടുക്കാൻ വേണ്ടി ഇവള് ലൊക്കേഷൻ തപ്പാന്ന് പറഞ്ഞ് പോയതാ. ഇവിടം വരെ എത്തുമെന്തോ. ആൻഡ് ദിസ് ഈസ് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മഴയായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പോൾ ഇത് ഇവിടെ വന്നിട്ടാ ഞങ്ങളിവിടെ ഒരു വെയിറ്റിംഗ് ഷെഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് പൊളിച്ച് കളഞ്ഞു തോന്നുന്നു. ഇവിടെ വന്നിട്ട് കുറച്ച് നേരം നിന്ന്. അപ്പം ആ പ്രാവശ്യം അന്നേരം എടുത്ത ഫോട്ടോ ഞാൻ ഈ സൈഡിൽ കൊടുക്കാം. ഓക്കെ, ഞങ്ങളപ്പോൾ പുള്ളിക്കാനെ എത്തുന്നതിന് മുന്നേ അതിലേക്കൂടെ വരുന്ന വഴിക്കുണ്ടല്ലോ, ഞങ്ങൾ ഷാഹിദാത്താനെ ഹസ്ബൻഡിനെയും കണ്ടു. ഈയിടെ അവരുടെ കല്യാണം കഴിഞ്ഞത്. എന്നിട്ട് അവരെ കണ്ട് എക്സൈറ്റ്മെൻറ്റ് ഞാൻ അവരുടെ വീഡിയോ എടുക്കാൻ വേണ്ടി മറന്നുപോയി. എന്തായാലും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നി. നോക്കി എന്ത് ഭംഗിയാന്നു. മറ്റേ മാറ്റൊക്കെ പോലെ, പച്ച മാറ്റ് പോലെ. ഭയങ്കര കോടയും. ആ മഴ അങ്ങ് മാറി നല്ല കോടയായി, നല്ല വെള്ളച്ചാട്ടവും. സൂപ്പറായി. വീഡിയോ എടുക്കണ്ടേ, ലൊക്കേഷനൊക്കെ അവിടെ നിന്ന് നോക്കുമായിരുന്നു ഏത് സൈഡിൽ വെച്ചാലാ നല്ല ലൈറ്റൊക്കെ വരുന്നതെന്ന്. എന്നിട്ട് കിട്ടിയോ? അവിടെ നമ്മൾ ലൈറ്റ് ഇട്ടെന്നാ പറഞ്ഞത്. പക്ഷെ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് എടുക്കാം. കാരണം അവിടെ
അവിടെ മൊത്തം റോഡ് സൈഡ്. അവിടെ നിന്ന് നമ്മൾ ഇവിടെ നിന്ന് കോപ്രായ കാണിച്ചു കഴിഞ്ഞാല് എന്താ അവിടെ പോയിട്ട് എന്താ കണ്ടേ? അവിടെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അവിടെ നിന്ന് വീഡിയോ എടുക്കാമായിരുന്നു, പക്ഷെ ഇവിടെ സമ്മതിക്കുന്നില്ല. ന്യൂലി മാരീഡ് കപ്പിൾ. ഇതെന്താ സംഭവം? എന്താ ഇത്? ഫോൺ ഹോൾഡർ. ഫോൺ ഹോൾഡർ. ഇത് എവിടേക്ക് വെക്കാം? ഏതൊക്കെ സർഫസിൽ വെക്കാം? ഗ്ലാസ്സിൽ വെക്കാം. എങ്ങനെയുണ്ട്? യൂസ്ഫുൾ ആണോ? ഓക്കെ ഓക്കെ 70% ഓക്കെ. നമ്മൾ വെച്ച് കാണിച്ചു തരാവേ. തിരിക്കുക, ടൈറ്റ് ചെയ്യുക. പിന്നെ മാക്സ് സേഫ് ആണെങ്കിൽ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ സെറ്റ് ആവും. അത് ഇങ്ങനെ ചരിക്കാം, തിരിക്കാം. നമുക്ക് തന്നെ ഷൂട്ട് ചെയ്യാം. വണ്ടിയിലൊക്കെ എളുപ്പമാണ്. ഓക്കെ, ഒരു പരിധി വരെ. ഷോപ്പിലൊക്കെ അവൈലബിൾ അല്ലേ ഇപ്പോ? 1000 rupees. നമ്മൾ ഇവിടെ വെച്ച് ഈ ബ്യൂട്ടിഫുൾ സ്ഥലത്ത് വെച്ച് നമ്മൾ ഒരു റീൽ എടുത്തിട്ടുണ്ട്. നിങ്ങളത് അൺഫിൽറ്റേർഡ് ഷിഫിൽ പോയി നോക്കണം. ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു പേജ് ഉണ്ട്, അൺഫിൽറ്റേർഡ് ഷിഫ് എന്ന പേര്. അപ്പോൾ അതിൻ്റെ അത് നിങ്ങൾ ആ റീൽ പോയി നോക്കണം. നല്ല പൊളപ്പൻ റീലാണ്. ഇപ്പം നമ്മൾ ഇതിൻ്റെ മേളിലൊരു വീടുണ്ട്. വീടാണെന്നൊന്നും സംഭവമൊന്നും അറിയില്ല. അപ്പോൾ അതിൻ്റെ മേളിലായിട്ട് ബൊഗെയിൻവില്ല എന്തോ സംതിങ് നിൽപ്പുണ്ടെന്ന് റോസ് പറഞ്ഞു. അപ്പം നമുക്ക് നോക്കാം. ഈ വീടുണ്ടല്ലോ, ഈ വീടിപ്പോൾ കുറേ റീലിൻ്റെ അകത്തൊക്കെ ഞാൻ കാണുന്നുണ്ട്. ഈ വീട് നമ്മൾ അന്ന് വന്നപ്പോൾ അങ്ങനെ ഫേമസ് ഒന്നും അല്ലായിരുന്നു. ഈയിടെ ഏതോ ഒരു ചേട്ടൻ റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് കുറേ ഫിലിംസിൽ ഉള്ള, കുറേ സിനിമയിലൊക്കെ ഉള്ളതാണ് ഈ വീട്. നമുക്കറിയില്ല കേട്ടോ, അതൊന്നും നമുക്കറിയില്ല. അപ്പം നമുക്കിതിന് മേളിൽ കയറി നോക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ കരിങ്കല്ലൊക്കെയാണ്, കയറാൻ കുറച്ച് പാടാണ് ആക്ച്വലി. പക്ഷേ നമ്മൾക്ക് കയറി നോക്കാം. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് അല്ലേ? ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരിക, ഇങ്ങനെ നമ്മൾ ഇങ്ങനെ കണ്ണി കണ്ട സ്ഥലത്തൊക്കെ കയറുക. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിക്കേ, ഫുള്ള് കോടയാ. അടിപൊളിയാട്ടോ. മഴയുള്ള സമയത്ത് അത്യാവശ്യം ഒരു ചാറ്റമഴയൊക്കെ ആണെങ്കിൽ നിങ്ങൾ നേരെ വാഗമണ്ണോ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ഇറങ്ങുക. യു ക്യാൻ സീ ദ ബ്യൂട്ടിഫുൾ ഓഫ് ദാറ്റ് ഏരിയ. അടിപൊളിയാണ്. എൻ്റെ അമ്മയെ കിതയ്ക്കുന്നു. അങ്ങനെ നമ്മുടെ റോസൂനെ മിസ്സിങ് ആയിട്ടുണ്ട്, എങ്ങോട്ടോ കയറിപ്പോയിട്ടുണ്ട്. ലെറ്റ്സ് സീ അവളെവിടെ പോയെന്ന്. റോസോ, സുധി, മീനക്കുട്ടി എവിടെ പോവാ? എന്നെ എങ്ങോട്ടോ അവള് കൊണ്ടുപോകുന്നുണ്ട് കാര്യമായിട്ട്. എന്നെ കാണുന്ന പോലെ ഇല്ല ഇവിടെ നോക്കിയിട്ട്. അതുപോലെ കോടയാ. എന്താ അതിൻ്റെ അപ്പുറത്തെന്താ? തേയിലത്തോട്ടോ? ബാക്കിലെ പിക്ക് എടുത്ത് തരാം. അപ്പം നമുക്ക് ആ ചായക്കടയിൽ നിന്ന് ആ ചേട്ടന് കോളിഫ്ലവർ പാക്ക് ചെയ്ത്, മക്കളെ നിങ്ങൾ അവിടെ ചെന്ന് കഴിയുമ്പോൾ പ്ലേറ്റ് ഇല്ലാതെ കഴിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പ്ലേറ്റ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ കോടമഞ്ഞിൻ്റെ നടുക്കിൽ നമ്മൾ കോളിഫ്ലവർ ബജി കഴിക്കുവോ? ഓക്കെ, ഇട്ടോള് ദാഹിക്കുന്നുണ്ടല്ലേ? ഇത് മുളക് പക്ഷെ നമ്മൾ എങ്ങനെ എടുക്കും? അപ്പോൾ നമ്മൾ ഇതിൻ്റെ ബാക്കി കവറിലിട്ട് തന്നെ തിരിച്ചു വെക്കുകയാണ്. നിങ്ങളും അങ്ങനെ ചെയ്യണം. ഓക്കെ, ഞങ്ങളിപ്പം നിൽക്കുന്നതിൻ്റെ ബാക്കിൽ കണ്ടോ ആ വീട് മൊത്തം കോടയായിട്ട് നിറഞ്ഞിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഇങ്ങോട്ട് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല, പക്ഷേ ഇതിൻ്റെ ബ്യൂട്ടി കണ്ടിട്ട് നമുക്ക് എടുക്കാതിരിക്കാനും പറ്റില്ല. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു സീസണിൽ നിങ്ങൾ സ്കൂട്ടറിലോ ബുള്ളറ്റിലോ ബൈക്കിലൊക്കെ തന്നെ വരണം അല്ലേ? എന്നാലേ ആ ഒരു വൈബ് നമുക്ക് കിട്ടത്തുള്ളൂ. ഫുള്ള് നമ്മൾ ആ ഒരു ഫീല്. നല്ല മഴയാണ്. ഈ ഒരു ബൊഗെയിൻവില്ലയിൽ നിന്ന് അങ്ങോട്ടേക്ക് ചെല്ലുമ്പോഴാണ് ആ വീട് കാണാൻ പറ്റണം. ഓക്കെ, ബൊഗെയിൻവില്ല ഇപ്പോൾ അധികം പൂവൊന്നുമില്ല. ഫോൺ വാട്ടർ പ്രൂഫ് ആണെന്ന് വിശ്വസിച്ച് നനച്ച് കൊണ്ടാവുകയാണ്. ഇപ്പം ഇവിടെ ഒരു പട്ടിയോര കേട്ട് പറിച്ചോരെ, അത് ഈ വീട്ടിലൊന്നും ആയിരിക്കല്ലേ എന്ന് വിചാരിച്ച് വി ആർ ഗോയിങ് മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട്.
ഇത് ഞാൻ പറയുന്നതൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, മൈക്ക് എടുത്തിട്ടില്ല. ഓക്കെ, അപ്പോൾ വി ആർ ഗോയിങ് ബാക്ക്. നമ്മുടെ സ്കൂട്ടർ അതേ അവിടെ ഫസ്റ്റ് ബോൾ ഇരിപ്പുണ്ട്, പാവ നനഞ്ഞ് കുതിർന്നിരിപ്പുണ്ട്. ഇനി ഇതിൽ കൂടെ തന്നെ നമുക്ക് തിരിച്ചിറങ്ങണം. നോക്ക്, എൻ്റെ അമ്മേ, സ്റ്റെപ്പ് ഉള്ളതുകൊണ്ട് സീനില്ല വലുതായിട്ട്, മാഷാ അല്ലാ. ഇങ്ങനെ ഇതാണ് ഞങ്ങളുടെ ഡ്രസ്സിങ്. ഞങ്ങൾ ഇതുവരെ മഴ കാരണം റെയിൻകോട്ട് ഉരുണ്ട വന്നിട്ടില്ല. ഓക്കെ, വി ബോത്ത് ആർ ഇൻ വൈറ്റ് ഡ്രസ്. വൈറ്റ് ഇപ്പൊ തന്നെ സമയം 3 മണിയായി. ക്ലൈമറ്റ് ഇവക്ക് വീട്ടിൽ പോകാൻ വിളിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്യുക, സ്കൂട്ടറും എടുത്ത് അങ്ങോട്ട് പോവുക. ഈ സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൂടെ എല്ലാ ട്രിപ്പിനും വന്നിട്ടുള്ള ആള്. ആൻഡ് ഐ ലവ് യു ഫസിബു. എന്താ പറയാനുള്ളേ? ഭയങ്കര രസം. ഇത് എങ്ങനെയാ വേർഡ്സിൽ എക്സ്പ്രസ് ചെയ്യണമെന്ന് അറിയത്തില്ല. നോക്കിക്കേ, അങ്ങോട്ടേക്കൊന്നും എടുക്കാൻ പറ്റുന്നില്ല. നോക്കിക്കേ, അങ്ങോട്ട് ആ സൈഡിലേക്കൊന്നും കാണത്തുമില്ല. അപ്പുറത്തെ വീടൊക്കെയാണ്, നമുക്കൊന്നും എടുക്കാൻ പറ്റുകയാണല്ലോ. നോക്ക്, അമ്മാതിരി മഞ്ഞാണ്. ഒരു വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ബേസിക്കലി ഒരു മാറ്റവും ഇവിടെ സംഭവിച്ചിട്ടില്ല. എല്ലാം അതുപോലെ തന്നെ. ഈ വീട് ഇവിടെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും കുറേ വീഡിയോസ് ഒക്കെ എടുത്തായിരുന്നു. എല്ലാം അതുപോലെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പറയാനുള്ളതൊന്നും മാത്രമേ ഉള്ളൂ. എന്താണെങ്കിലും എല്ലാവരും വരണം ഇവിടെയൊക്കെ. ഭയങ്കര രസമാണ്. We are signing off from പുള്ളിക്കാരം. അപ്പോൾ അടുത്ത വർഷം ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് വരാൻ സാധിക്കട്ടെ.